ഹായ് ഗൈസ്. ഇന്ന് സീസൺ 7 ഇന്നലെ മിഞ്ഞാന്ന് നടന്ന എപ്പിസോഡിൽ, അതായത് ശനിയാഴ്ച ഞായറാഴ്ച എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ ആണ് ഇപ്പോൾ കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സീസൺ 1 മുതൽ കാണാൻ തുടങ്ങുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് വളരെ മോശമായിരുന്നു, വളരെ മോശം. ഇന്നലത്തെയും മിഞ്ഞാന്നത്തെയും എപ്പിസോഡ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൽ ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് അനുവും അനീഷും. ഇവരെ രണ്ടുപേരെയും ബിഗ് ബോസ് പറ്റ തരം താത്തിയാണ് ഇന്നലെയും മിഞ്ഞാന്നത്തെയും എപ്പിസോഡിൽ കാണിച്ചത്. അനുവിനെ കഴിഞ്ഞ ആഴ്ചയിൽ ജയിലിൽ വിട്ടത് ഇവരെല്ലാവരും കൂടി, അതായത് ഒരു വലിയൊരു ടീം അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ആര്യൻ്റെ നേതൃത്വത്തിൽ ആര്യൻ്റെയും അക്ബറുടെയും നേതൃത്വത്തിൽ വലിയൊരു ടീം അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ബിഗ് ബോസിൽ. അത് നമുക്ക് വ്യക്തമാണ്, ലൈവ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, വ്യക്തമാണ്. ഇനി ആര്യൻ്റെ പൈസയുടെ ഉങ്കാണോ, അല്ലെങ്കിൽ എന്താ പറയുക, അക്ബറിൻ്റെ അവിടെ സ്വാധീനം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു ബിഗ് ബോസിൽ, അതിൻ്റെ ഇതാണോ? അവർ രണ്ടാളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയൊരു ഗ്യാങ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഗ്യാങ് അനുവിനെയും അതേപോലെ അനീഷിനെയും അടിച്ചമർത്തുന്ന മാതിരിയാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ബിഗ് ബോസ് ലൈവ് കാണുന്നവർക്ക് ശരിക്കും മനസ്സിലാവും അടിച്ചമർത്തുന്നതിന് തോന്നിയിരിക്കുന്നത്. അതിന് ലാലേട്ടനും കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ഇന്നലെ അനുവിനെ വളരെ മോശമായി സംസാരിച്ചപ്പോൾ ലാലേട്ടൻ അനുവിനെ വഴക്ക് പറയുന്ന കാര്യങ്ങൾക്ക് അനുവിനെ ഒന്നും മനസ്സിലാവുന്നില്ല രീതിയിലൊക്കെ പറയുന്നത്. അനുവിന് പ്രത്യേക ഒരു ഇതുണ്ട്, എന്താ വെച്ചാൽ ടെൻഷൻ വരുമ്പോൾ സംസാരിക്കാൻ കഴിയില്ല. കാരണം ഒരു സാധാരണ കുട്ടിയാണത്, അവർക്ക് ടെൻഷൻ വന്നെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം. അനുവിനെ നമ്മൾ വേറെ വീഡിയോ ഷോയിലുകളിലൊക്കെ കാണുമ്പോഴും അത് നമുക്ക് ശരിക്കും അറിയുന്നതാണ്. അപ്പോൾ അത് വെച്ച് മുതലെടുക്കുകയായിരുന്നു അവിടെ ഇന്നലെ നടന്നത്. ഇന്നലെയും ഇന്നൊക്കെ നടന്ന ഷോയിൽ നടന്നത് അതായിരുന്നു. അത് വെച്ച് മുതലെടുക്കുകയായിരുന്നു. കാരണം അവിടെ അങ്ങനെ അനു നിൽക്കുന്ന സമയത്ത് ആര്യൻ ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നുണ്ട് കണ്ണ് തുറക്കാൻ വേണ്ടി. അത് ലാലേട്ടൻ്റെ മുന്നിൽ നിന്നാണ് കാണിക്കുന്നത്. ലാലേട്ടൻ അതിനൊന്നും പറയുന്നില്ല. ലാലേട്ടൻ തീരെ സ്ട്രോങ് അല്ലായിരുന്നു. ഇന്ന് 2 വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ തീരെ സ്ട്രോങ് അല്ലായിരുന്നു. ആര്യനും അക്ബറിനും വേണ്ടി എന്തോ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തോ ചെയ്യുന്ന വഴിയാണ് പ്രേക്ഷകനായി എനിക്ക് തോന്നിയത്. അതേപോലെ അനീഷിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അനീഷിനെയും പറ്റ തരം താത്തിയാണ് കാണിച്ചത്. കാരണം ജയിലിൽ വരെ ബോർഡ് വെച്ചു അനീഷിൻ്റെ പേര് വെച്ചിട്ട്. അത് അനീഷിന് ഭയങ്കര വിഷമം ഉണ്ടാക്കി ഇന്നലെ. അത് ഞങ്ങളെ പ്രേക്ഷകർക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കി സത്യത്തിൽ. ഇനി ആര്യനെയും അക്ബറിനെയും മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസ് കളിക്കുന്ന നാടകമാണോ എന്ന് വരെ സംശയം തോന്നുന്നുണ്ട് ഇപ്പോൾ. എന്തായാലും അനീഷിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും, അല്ലെങ്കിൽ അനുമോൾക്കുള്ള സപ്പോർട്ടും സാധാരണക്കാരുടെ സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.